കണ്ണൂർ ഫോർട്ടിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു ദൃശ്യങ്ങളാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് കടന്നിട്ട് വേണം, പാലം കടന്നിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ. അവിടെ കൗണ്ടറൊക്കെ ഇതാ. പാലത്തിന് ആ ഫോർട്ടിന് ചുറ്റും ഇതുമാതിരിയുള്ളൊരു എന്താ പറയുക, അതിന് കനാല് സെറ്റപ്പ് ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു കനാല് നിർമ്മിച്ചതാണ്. ഓക്കെ, ഇത് പിന്നെ പണ്ടത്തെ മീറ്റിങ്സ് ഏരിയ, ആ ഒരു ഗാർഡനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂപ്പറായിട്ടുള്ള വൈഫാണ് നടന്നു പോകുന്നത്. ഓക്കെ, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയകളാണ് ഇവിടെ കാണുന്നത്. ഗാർഡൻ, ഇരിക്കാനും നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും നല്ല എല്ലാത്തിനുമുള്ള ഒരു സൗകര്യം. നല്ല തണുത്ത മൂടുള്ള ഒരു ഏരിയ. അവിടെ ബോട്ട് ജെട്ടിയാണ് കാണാൻ പോകുന്നത്. ദൂരെ കാണുന്നത് ബോട്ട് ജെട്ടിയാണ്. മത്സ്യബന്ധനങ്ങളൊക്കെ എത്തുന്ന ആ സ്ഥലം. എല്ലാ ബോട്ടുകളും ഒരുമിച്ച് അവിടെയാണ് എത്തുന്നത്. തിരമല ഇതാ, വാവൂ, ഒച്ചയില്ല. കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനു പോണോരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും നിങ്ങൾ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. 14 രാവിലെ പാലാഴി തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യമുത്തു തരാമോ, മാണിക്യമുത്തു തരാമോ. ഫീഡിംഗ് റൂം എഴുതുന്നു. ഒരു
ഫീഡിങ് റൂം. എവിടുന്ന്? ഹായ്, എൻ്റെ വക ഒരു മൂളം പാട്ടായിക്കോട്ടെ. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാ നേരം, നയനങ്ങളിൽ അഹരങ്ങളിൽ ഓ പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം. മനോഹരമായ കാഴ്ചയാണ്. സമുദ്രം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയാണ് സമുദ്രം. അതിൻ്റെ ഇരമ്പലും അത് കരയോടടുത്ത് ആ തിരമാലകൾ വന്ന് അടിക്കുന്ന ആ സൗണ്ടും അതൊക്കെ കേൾക്കാനൊരു വല്ലാത്ത ഒരു സുഖമാണ്. കാണുന്നില്ല, മറ്റേ ഇതുപോലെ ഉണ്ടല്ലേ. ഇവിടെ ഒരുപാട് പീരങ്കികൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. കടലിലോട്ട് ഉന്നം വെച്ചുകൊണ്ടാണ്. പണ്ടത്തെ ഒരു എന്താ പറയേണ്ട, കടലിലൂടെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയാണല്ലോ ഈ കടലിലോട്ട് പീരങ്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ തിരമാലകൾ അടിക്കുന്നതിൻ്റെ ആ സൗണ്ട് കേൾക്കാനുണ്ടല്ലോ, അതൊരു വല്ലാത്ത സുഖം. മനോഹരമായ ഗാർഡനാണ്. നമ്മുടെ കണ്ണൂർ ഫോർട്ട് ഉണ്ടല്ലോ, സെൻറ്റ് ഏഞ്ചലെ ഫോർട്ട്, അതിൻ്റെ അവിടെ ഇരിക്കാനും നല്ല പുൽമേടുകളുണ്ട്. ഇവിടെ കാണാത്തവർ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ട് ജെട്ടി കാണാൻ പറ്റും. ഒത്തിരി ദൂരെയാണ്, എന്നാലും ആ കാണുന്നതാണ് ഒരുപാട് ബോട്ടുകൾ അവിടെ നങ്കൂരമിട്ട് കിടക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ ലൈറ്റ് ഒരു ബിൽഡിങ് പോലെ കാണുന്നില്ല, അതാണ് ബോട്ട് ജെട്ടി. ഓക്കെ, മത്സ്യബന്ധനമൊക്കെ നടത്തി അവിടെ കൊണ്ടുവരുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു വട്ടം കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ ഇയാൾ പാടുന്നുണ്ട് ഒരു ചെറിയ പാട്ട്. അത് എന്താണെന്നൊരു പിടിപാടില്ലാതെ കൊണ്ടാണ് ഞാനത് ഉരുവിട്ടാതെ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ എന്ന് അങ്ങനെ ആറ്റം പാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ശരിക്കും പറഞ്ഞാണല്ലോ ഒരു മനസ്സിനൊരു കുളിർമയാകുന്ന ഒരു പ്രദേശമാണ്, ഒരു നാച്ചുറൽ ബ്യൂട്ടി. ഓക്കെ, ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഏ ദോസ്തി നാം പാടുന്നു, ഏ ദോസ്തി കം അഗൈൻ ടുമാറോ, ഏ ദോസ്തി. ഏ ദോസ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തേന്ന്. എത്ര മനോഹരമാണെന്നാണ് പാടുന്നത്. അവിടെ കുറേ ചെയർ കാണുന്നത് എൻ്റെ എൻട്രൻസിൽ വരുന്നത്. ഞാൻ പണ്ട് ഇവിടെ മീറ്റിംഗ് ഒക്കെ നടക്കാറുണ്ടായിരുന്നു ഈ രാജാക്കന്മാരുടെ സമയത്തുണ്ട്, അതിനുള്ള ചെയർസ്. പിന്നെ നമ്മൾ കടലിൻ്റെ വേറൊരു ഭാഗമാണ് ഇത് കാണുന്നത്. ആദ്യം കണ്ട അങ്ങ് അപ്പുറത്തെ സൈഡായിരുന്നു. ശരിക്കും ഇതിവിടെ മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല, മുഴുവനായിട്ടും സ്ഥലമില്ല ഇല്ല. തിരമാല ഇതാ, വാവൂ, ഒച്ചയില്ല. എല്ലാവരും നന്നായി എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്, എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് കയറി ഒന്നും കൂടി പറയുകയാണ്, കണ്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോകും, ലൈക്ക് അടിക്കാനൊക്കെ മറന്നു. അതുകൊണ്ടാണ് ഞാൻ
സോറി ഇടയിൽ കയറി പറയുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് അതുപോലെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഞാനിങ്ങനെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മളെ ഒരു ഗേറ്റാണ് കാണിക്കുന്നത്. നമ്മളെ എൻട്രൻസിൻ്റെ എല്ലാം അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഗേറ്റ് വളരെ സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് പീരങ്കികളൊക്കെ നിരത്തി വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും, കടലിലോട്ട് ഉന്നം വെച്ചുകൊണ്ട്. പിന്നെ നല്ല ഒരു സീനാണ് ഇവിടെ കാണുന്നത്. കടൽ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. അതുകൊണ്ടാണ് ഞാനും ഈ വീണ്ടും വീണ്ടും കടലിലോട്ട് തിരിഞ്ഞ് നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തത്. ഓക്കെ. ഒരു പ്രാവശ്യം കടൽ കണ്ടാൽ പിന്നെ എപ്പോഴും കാണണമെന്ന് തോന്നും. കടലിൽ അങ്ങോട്ട് പീരങ്കിയുടെ മുഖം വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. പണ്ടുകാലങ്ങളിൽ കടലിലൂടെ വരുന്ന ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ വേണ്ടിയാണ് ഈ പീരങ്കികൾ കടലിലോട്ട് ഉന്നം വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഈ കോട്ടയ്ക്ക് ചുറ്റും. അപ്പം നമ്മൾ ഫോർട്ടിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു ട്രെയിന് അതിലൂടെ കടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വളരെ വളരെ നീളമുള്ള ഒരു ട്രെയിൻ, ഒരുപാട് ബോഗികളുള്ള ഒരു ട്രെയിൻ. അതിൻ്റെ പേര് ഞാനൊന്ന് വായിക്കണമെന്ന് വെച്ച് കാണുന്നില്ല, സ്പീഡിലായിട്ട്, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ. ഓക്കെ. അപ്പോൾ ആ ട്രെയിൻ കടന്നു പോകുന്നത് മുഴുവനായിട്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറായി തോന്നാം, എന്നാലും അപ്പോൾ വീട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ റോഡ് യാത്രയാണിത്. രാത്രി കാലങ്ങളിൽ യാത്ര വളരെ മനോഹരമായ കാഴ്ചകളാണ് തരുന്നത്. കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയാണ് നമ്മൾ വീഡിയോയിൽ ഇതുപോലെ ക്യാപ്ചർ ചെയ്തിട്ട് കാണുന്നത്. വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ കണ്ണൂർ ഫോർട്ട് സന്ദർശിക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും.